നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് നമ്പേഴ്സ് സം ചെയ്യുക. അപ്പോൾ അത് ഞാനൊരു ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് സ്യൂഡോ കോഡ് എങ്ങനെ എഴുതും, അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് എങ്ങനെ വരയ്ക്കും എന്നാണ് നോക്കുന്നത്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. എൻ്റെ മെയിൻ പ്രോഗ്രാം എന്ന് പേര് ഞാൻ ആഡ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, സ്യൂഡോ കോഡിൽ റീഡ് എ ബി എന്ന് വെച്ചാൽ എയും ബിയും വാല്യൂസ് ഞാൻ റീഡ് ചെയ്തു. ഇനി ഞാൻ സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ഈ സമ്മിനകത്ത് രണ്ട് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്തു, എയും ബിയും. ഇനി ഞാൻ ആ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ താഴെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സം എ ബി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എസിലോട്ട് എ പ്ലസ് ബി ആഡ് ചെയ്തിട്ട് പ്രിന്റ് എസ് ചെയ്തു. സോ ഇത് ഇത്രയും നിങ്ങൾ കണ്ടത് സ്യൂഡോ കോഡാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ വാല്യൂസ് റീഡ് എ ബി കോൾ ചെയ്തു. ഇനി നമ്മൾ സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനല്ലേ കോൾ ചെയ്തത്. സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്. റെക്റ്റാങ്കുലർ ബോക്സിൽ ഇങ്ങനെയുള്ള സിമ്പൽ ഇട്ടിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ സം എ ബിനെ കോൾ ചെയ്തു, നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി ഈ സം എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ മൊഡ്യൂളിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ വരയ്ക്കണം. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ട് സം എ ബി ആണല്ലേ അതിൻ്റെ ഇൻപുട്ട് സം. എന്നിട്ട് അതിനകത്ത് ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്, എ പ്ലസ് ബി ചെയ്യുന്നു, റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നു. അതെല്ലാം നമ്മൾ പാരലലോഗ്രത്തിൽ കഴിയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ പ്രോഗ്രാമിലോട്ട് റിട്ടേൺ ചെയ്യുമല്ലേ. സോ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി. ഓക്കെ, ദിസ് ഈസ് ഹൗ വി റൈറ്റ് the pseudocode and flow chart corresponding to a function.